ഹായ് കൂട്ടുകാരെ, ഷിജൂസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ ഇന്ന് ശരണ്യ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ് നമ്മൾ ഇടിച്ചക്ക ചെയ്യണമെന്ന്. കാരണം ശരണ്യയുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നത് കാരണം അവിടെയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ ഞങ്ങളോട് പറയാൻ നിങ്ങൾ സെയിൽ പോണ വഴി ഇടിച്ചക്ക കിട്ടുമെങ്കിൽ മേടിച്ചോണ്ട് പോവാന്നൊക്കെ പറയും. അതെ, അച്ഛനെ ഇന്നലെ സെയിൽ പോയ വഴി ഒരു കടന്റെ വീട്ടിൽ ഇടിച്ചക്ക ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ തന്നെ പോയി പറിച്ച്, വേണ്ട ഒത്തിരി പറഞ്ഞു നീട്ടുന്നില്ല, അച്ഛനത് പറിക്കണ തൊട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദികൾ പറയുന്നു. കാരണം ഞങ്ങളെയൊക്കെ ഇത്ര അധികം സ്നേഹിക്കുന്നതിലൊക്കെ ഒരുപാട് നന്ദി പറയുന്നു. അപ്പം നമുക്ക് അച്ഛൻ ചക്ക പറിക്കണ തൊട്ട് അങ്ങോട്ട് തുടങ്ങിയേക്കാം അല്ലേ. അപ്പം ആദ്യം തന്നെ പറയുന്നു, എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ദിന ആശംസകൾ നേരുന്നു. അപ്പം നമുക്ക് പോയേക്കാം. കൂട്ടുകാരെ കണ്ട, ഇഷ്ടംപോലെ ചെറിയ ചക്കയുണ്ട്. അപ്പോൾ നമുക്ക് ഇടിച്ചക്ക ചെയ്യാൻ പറ്റിയ ചക്ക തന്നെ കിട്ടി അല്ലേ. അടിപൊളി ചക്കയാണ്, വരിക്കണം എന്നാണ് പറഞ്ഞത്. അതെ, എന്താ കൂട്ടുകാരെ, ഇഷ്ടംപോലെ ചക്ക ഇവിടെ ഉണ്ട്. നല്ല ചക്ക നോക്കി അച്ഛൻ എടുത്തിട്ടുണ്ട്. ഇതെനിക്ക് പാടാ ചെത്താൻ, നിങ്ങൾക്ക് അറിയാം എന്റെ കുഞ്ഞുകായ കൊണ്ട് ചെത്താൻ പാടാണ്. അപ്പൊ നമുക്ക് അച്ഛനെ കൊണ്ട് ചെത്തിക്കാം. പിന്നെ ഇച്ചിരി കട്ടിയാണ്, തൊലിച്ച് കട്ടിയെല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അച്ഛനെ കൊണ്ട് ചെത്തിച്ചാലോ? നമുക്ക് അച്ഛനെ കൊണ്ട് ചെത്തിക്കാം. കൂട്ടുകാരെ, അങ്ങനെ അതെ നമ്മുടെ അച്ഛനെ വിളിച്ചു വരുത്തി ചക്ക ചെത്തിക്കാം. എനിക്ക് ഒരു പണി തരാൻ വീണ്ടും തീരുമാനിച്ചിരിക്കുക. അതെ, നമുക്ക് രണ്ട് ചെറിയ ചക്ക ചെത്തിയാ. എന്നാ ശരി. അങ്ങനെ അല്ല, മൊത്തം തൊലി ചെത്തിയിട്ട് പൊളന്നാ മതി. സൈഡ് ചെത്താനാ ഇപ്പൊ സുഖം അല്ല, ആണ് ഇപ്പഴാകുമ്പോ സൈഡ് ശരണ്യ പറയണത് അച്ഛൻ കേക്കുള്ളു, ഞാൻ പറയണ കേക്കത്തില്ല അച്ഛൻ. പച്ചച്ചക്കയാണല്ലേ ഇവിടെ കാണിച്ചത്. പൊട്ടച്ചക്ക തന്നെ കിട്ടി അല്ലേ, പൊട്ടിയൊക്കെ തന്നെ കിട്ടി. അതെ ശരണ്യതെ പശയൊക്കെ അച്ഛന്റെ കയ്യിലൊക്കെ പശയായി. അതെ, അപ്പൊ അങ്ങനെ അച്ഛൻ തൊലിയൊക്കെ അങ്ങോട്ട് ചെത്തിയ നല്ല പച്ച ചക്കയാണ്. നമ്മുടെ അമ്മ എത്തി. അച്ഛ അമ്മ ചെത്തണന്ന് അച്ഛ ഒരു കാര്യം ചോദിച്ചാ കേട്ടോ അച്ഛ. അമ്മ ചോദിക്കണേ, അമ്മ ചെത്തണന്ന് ഒന്ന് ചെത്താന്ന് പറയച്ച. അപ്പൊ ചെത്തുവാന്ന് വരും അവിടെ കണ്ട. ഇങ്ങനെ ഇങ്ങനെയൊക്കെ 3-4 ഒരു പണി ചെയ്യാൻ തന്നെ, ഒരു ചക്ക കൂടി എടുത്ത് ചെത്ത. എന്നിട്ടേ നമുക്ക് ഇച്ചിരി കൂടുതൽ വന്നല്ല. കൊറേ ഉണ്ടോ? എന്നാ ഇത് മതി. ഓ, ഇന്ന് എന്ത് പറ്റി? അമ്മ സാധാരണ ചേട്ടൻ ചെത്തു എന്ന് പറയണതാണ്. ഇന്ന് അമ്മയ്ക്കും ചെത്താൻ ആഗ്രഹം. ചക്ക കണ്ടോ? അതെ, തൊലിയെല്ലാം ചെത്തിയിട്ടുണ്ട്. വീണ്ടും അച്ഛൻ കട്ട് ചെയ്യാൻ പോകുകയാണ്. ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞോണ്ടിരിക്കുകയാണ് അല്ലേ. ഇനി അത് ഇങ്ങനെ ചെറിയ പീസാക്കി എടുക്കണം. അപ്പൊ അമ്മയാണെങ്കിൽ നോക്കി നിക്കുകയാണ് അല്ലേ. അരിയാൻ ആ ചെറിയ പലകയെ കൊണ്ട് ഒരാൾക്ക് അരിയാൻ പറ്റുമോ? ശരണ്യ അരിയണത് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതെ, അപ്പൊ ഇത് മൊത്തം അരിഞ്ഞിട്ടൊക്കെ കാണിച്ചു തരാം. ഇപ്പൊ നമ്മളെ അച്ഛൻ ചക്കയിൽ അരിഞ്ഞത് നമുക്കിനി കുക്കറിനകത്തോട്ടിടാം. അങ്ങനെ കുക്കറിലിട്ട് ഇനി എന്നാക്കെയാണ് നമുക്ക് ഉപ്പും മഞ്ഞപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞപ്പൊടി അപ്പൊ അതും കൂടി ഇടുവാണേ. അതുകൂടി ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കിനി തുള്ളി വെള്ളം ഒഴിച്ചിട്ട് അടച്ച് കുക്കർ വേവിക്കാൻ വെക്കാം. ഇന്നെല്ലാം പെട്ടെന്നാണ്, എല്ലാം സ്പീഡ് പരിപാടിയാ. അപ്പൊ ഇനി വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് വേവിച്ചിട്ടൊക്കെ അത് കഴിയുമ്പോൾ
ഉടച്ചൊടച്ചൊടച്ച് എടുക്കാൻ. എടുക്കാൻ. അപ്പൊ ഇതൊന്ന് വെന്ത് വരട്ടെ കൂട്ടുകാരെ, അല്ലേ? ഇതൊന്ന് വെന്തിട്ടൊക്കെ കാണിക്കാം. കാണിക്കാം. നിൽക്കണം. ഉടനെ സ്റ്റൗ കത്തിച്ചോ. അങ്ങനെ പെട്ടെന്ന് പരിപാടി തീർന്നു. ഇന്നെല്ലാം പെട്ടെന്ന്. അപ്പൊ ഇതൊന്ന് വെന്ത് വരട്ടെ. അമ്മ അപ്പൊ ആ നേരത്ത് തേങ്ങ ചെല്ലു. ഞാൻ അപ്പത്തിന് ചുമന്നുള്ളിയും ഉള്ളിയും എല്ലാം എടുത്ത് വെക്കട്ടെ. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ അമ്മ ദേ തേങ്ങ ചരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ നേരത്ത് ശരണ്യാണെങ്കിൽ വെളുത്തുള്ളിയാണ് എന്നാ വെളുത്തുള്ളി, ചുമന്നുള്ളി, ഇഞ്ചി. ആ അപ്പൊ കണ്ട അച്ഛനും കൂടി സഹായിക്കാനുണ്ട്. വേറെ കാര്യമുണ്ടാ വേറെ കാര്യമുണ്ട്. പെട്ടെന്ന് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകാം. നമുക്ക് സ്ഥലമല്ലേ, ഞങ്ങൾക്ക് റൂട്ട് പോവാം. ഇന്ന് ശനിയാഴ്ചയാണ്, സെയില് പോകേണ്ടതാണ്. അതാണ് രാവിലെ തന്നെ പരിപാടി, അല്ലേ? നമുക്കൊരു പോണം. ആർക്ക്? അമ്മക്ക് മകക്കുവാ. ആ ജീരക ഒന്ന് കാണിച്ചത് ഞാൻ കാണിച്ചില്ല. ആ ഇച്ചിരി ജീരകവും കൂടി ഇട്ട് അതിലാട്ട് അപ്പൊ നമുക്കൊന്ന് ചതച്ചോണ്ട് ഓടി വരാം. എന്തോ ആ നേരത്തെ ആ ഉള്ളി ഒന്ന് പൊളിച്ചരിഞ്ഞു വെച്ച് അറിയാ പോലെ പൊളിച്ച് വെച്ച് കരിഞ്ഞാൽ മതി. പിന്നെ ഇനി പൊടിച്ചപ്പോ ഒന്നും കാര്യമില്ല. ആ അരിഞ്ഞു വെക്കും. വേഗം ഇത് എന്തിനുള്ള അപ്പൊ അതെ ഈ ഉള്ളി കൂടി അങ്ങോട്ട് അരിഞ്ഞു വെക്കും. അപ്പൊ കൂട്ടുകാരെ, ഇവിടെ നല്ല സ്പീഡ് പരിപാടിയാണ് നടക്കുന്നത്. ശരണ്യ അരക്കണ്, അച്ഛൻ്റെ ഉള്ളി ചെറുതായിട്ട് അരിയണ്, അമ്മയാണെങ്കിൽ ഇതേ തേങ്ങയൊക്കെ ചെരുണ്ടി വെച്ച്, അങ്ങനെ എല്ലാം സ്പീഡ് പരിപാടിയാണ് നടക്കണം, അല്ലേ? ആണ്. അപ്പൊ നമ്മൾ ചതച്ചയില്ലേ ആ ഈ ഉള്ളിയും വെച്ചോണേ. ആ പറഞ്ഞു തീർക്ക്. ഉള്ളിയും ജീരകവും കൂടെ നമ്മൾ ഇന്നത്തെ ഇടാൻ പോയി തേങ്ങ ചതച്ച് ഇട്ടോ. കേട്ടെ. ആ കളയില്ല കേട്ടച്ച. ആ ഇട്. നീറ് നീറുന്ന നീറുവേ പച്ചമുളകാണ്. പച്ചമുളക് ചതച്ചതൊക്കെ അതാണ് ചുമ വന്നത്. ഇച്ച മഞ്ഞപ്പൊടി വെച്ച് കൈ വെച്ച് ഒന്ന് നമ്മൾ ഇങ്ങനെ പെരിട്ടണം. എന്നാ പെരിട്ടിക്കോ. മഞ്ഞപ്പൊടി ഇട്ടമ്മ. അപ്പൊ ചരണ്യ ചെറുതായിട്ടൊക്കെ തിരുമാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ അത്. അപ്പൊ അതെ അമ്മ അതെ മഞ്ഞപ്പൊടി കൊണ്ടുവന്ന് എന്താ അങ്ങനെ എല്ലാരും കൂടിയുള്ള ഒരു പാചകമാണ്. എല്ലാരും എന്ന് വെച്ചാൽ ഞാനില്ല കേട്ടാ, ഞാൻ വീഡിയോ എടുക്കുന്നേ ഉള്ളു. അതെ. അപ്പൊ അങ്ങനെ അതെ മഞ്ഞ കളറായിട്ടുണ്ടല്ലേ. എന്നാ ശരണ്യയുടെ നാട്ടിൽ ഇതൊക്കെ സ്ഥിരം ചെയ്യുന്നതല്ലേ, അല്ലേ? ഇടിച്ചൊക്കെ നമ്മളിവിടെ ആ അച്ഛൻ ഉള്ളി അരിഞ്ഞ് തീർന്നില്ല അച്ഛാ. ആ ശരിയാ, ശരി കഷ്ടപ്പാടുള്ള പണിയല്ല അച്ഛനാണ്. ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ്. ശരണ്യ ഇനി എന്നാണ് പരിപാടി? എന്നാ ചക്കയുടെ കുക്കർ. ഈ കുക്കറിന്റെ കേസ് കേട്ട് വരുമ്പോ ഇതെന്താണ് ഇങ്ങനെ വരുന്നത്? ചക്കയുടെ കുക്കർ. കഴിഞ്ഞ പ്രാവശ്യം കുക്കർ വേവിക്കാൻ വെക്കട്ടെ എന്നാ പറഞ്ഞത്. കുക്കർ വരുമ്പോ അതുകൊണ്ടാണ്. അപ്പൊ അതെ ശരണ്യ അതിലാട്ട് ഉണക്കമുളക് വെച്ചല്ലേ, ഉണക്കമുളക് പൊടിയൊക്കെ വെച്ചിട്ടുണ്ട്. അതെ അമ്മതെ കുക്കറിൽ വേവിച്ച ചക്ക കാണിച്ചത് കണ്ടതെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ അതെ ശരണ്യ അതൊക്കെ എത്തി നോക്കണുണ്ട്, അല്ലേ? അപ്പൊ അതെ ഇടിച്ചു കൂട്ടാം. ഇടിച്ചു കൂട്ടാൻ ചക്ക ആയോണ്ട് ഇടിച്ചു കൂട്ടിയാൽ കുഴപ്പമില്ല, അല്ലേ? ചക്ക ആയോണ്ട് കേസില്ല ഇടിച്ചു കൂട്ടിയെന്ന. അതിന് ചക്ക മോഷ്ടിച്ചതല്ലല്ലോ കേസ് വരെ. അങ്ങനെ അതെ ഇവരെല്ലാരും കൂടി ഇതങ്ങോട്ട് കോരി മാറ്റിയാണ്. വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പൊ ആ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും അതെ അപ്പൊ ഇത് അങ്ങോട്ട് അപ്പൊ കോരി അങ്ങോട്ട് പാത്രത്തിലാട്ട് മാറ്റുക. അങ്ങനെ അതെ ഇത് കൊണ്ടൊക്കെ ഉടച്ചൊക്കെ എടുക്കണുണ്ട്, അല്ലേ? ഉടക്കണ്ട, ഒന്ന് വിട്ട് കിട്ടണം, അല്ലേ? അപ്പൊ അങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ്.
അതെ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാർ കമൻറ്റിലൂടെ ഞങ്ങൾക്ക് പറഞ്ഞു തരിക. ഇച്ചിരി കൂടെ പൊട്ടിച്ചക്ക വേണം. കാരണം അമ്മേ നമ്മളിത് ആദ്യമായിട്ടാണല്ലേ ചെയ്യുന്നത്, നമുക്ക് ഇങ്ങനെയൊന്നും അറിയാൻ മേല. ചക്ക കിട്ടാറേ ഇല്ല നമുക്ക് അങ്ങനെ. അതാണ്. അപ്പൊ അതുകൊണ്ട് അറിയാവുന്നവര് ഞങ്ങൾക്ക് ഇച്ചിരി വലുതായിട്ട് കാണുന്നുണ്ടേ, ഇച്ചിരി വിളഞ്ഞ ചക്ക ആയതുകൊണ്ടാ. ആണല്ലേ. ശരണ്യൊക്കെ അറിയാവുള്ളൂ ഇതിന്റെ. ഇതൊക്കെ അറിയാവൂ. നമുക്ക് ഇതിനെ പറ്റിയൊന്നും അറിയാൻ മേല. അറിയാൻ മേല. അപ്പൊ ഇത് സാധാരണ ചിലർ ഇടിച്ചൊക്കെയാണ് എടുക്കണം എന്നൊക്കെയാണ് ശരണ്യ പറയാറുള്ളത് അല്ലേ? കണ്ട ഇപ്പൊ കണ്ടു കണ്ട ആ എന്തേ കാണിച്ചേ? ഇത് കണ്ട ഇത് കണ്ട കണ്ട ആ അപ്പൊ ഇനി ഇത് എനിക്ക് അറിയാതെ ഞാൻ ആദ്യമായിട്ട് ശരണ്യ ഇനി എന്നാ ചെയ്യാൻ പോണം? ഇനി നമ്മള് കടുക് വറുത്ത് ഇത് അരിപ്പിലൊക്കെ ചേർത്ത് ചക്കത്തോരനായി. എന്നാ നമുക്ക് കടുക് വറുത്തേക്കാം. കൂട്ടുകാരൻ ശരണ്യ ഒരു പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്. അതിലോട്ട് പാത്രമൊക്കെ ചൂടായി. അപ്പൊ അതിലോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചോണ്ടിരിക്കുകയാണ്. ഈ കടുക് ഇടാൻ പോവാണ്. കടുക് ഇട്ടു. അപ്പം അങ്ങനെ കടുക് അങ്ങോട്ട് പൊട്ടട്ടെ. അപ്പം അത് ആ നേരത്ത് ഇത് എന്നാണ് ഇടണം? അതെ, നമ്മള് ശകല ഉഴുന്ന് ആ ഇടുന്നുണ്ട്. ആ അങ്ങനെ ഉഴുന്ന് ഇട്ട് തെറിക്കണുണ്ട് ശരിക്ക്. പിന്നെ അടുത്ത ഐറ്റം എന്നാണ് ഇടണത്? ഐറ്റം നമ്മൾ ഉണക്കമുളകും കരിയപ്പ് ഉള്ളി. ആ ഇങ്ങനെ ഉണക്കമുളക് ഇട്ട് ഓടിക്കളഞ്ഞു. ആ ശരണ്യ എടുത്ത് മാറിയാം. ആ ഞാൻ കണ്ട്. ഇതൊന്ന് മൂത്ത് കിട്ടട്ടെ. കൂട്ടുകാരെ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് തേങ്ങ ഇടാം. ആ അപ്പം അതിലോട്ട് തേങ്ങ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഇതെന്നാ ചെയ്യണം? തേങ്ങ ഒന്ന് മൂത്ത് കിട്ടണം. വെള്ളമില്ല. നമുക്കിനി ചക്ക ഇടാം. തേങ്ങ മൂത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചക്ക ഇടാം. ആ ശരണ്യ ഇങ്ങോട്ട് നീങ്ങി നിന്നുണ്ട്. അമ്മ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇടിയാണെങ്കിൽ എളുപ്പം. അങ്ങനെ ചക്ക ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിലോട്ട് അല്ലേ? ആണ്. ചക്കയും തേങ്ങായും എല്ലാം കൂടി ഇടുക. നമ്മൾ ഉപ്പെല്ലാം ഇട്ടാ വെച്ചത് കേട്ടോ. ആ അത് കൂട്ടുകാരോട് പറഞ്ഞില്ല അഞ്ഞല്ലേ? ആ അപ്പൊ എന്നിട്ട് എല്ലാം കൂടി അങ്ങോട്ട് ഇട്ടു. അപ്പൊ കുഴച്ചെടുക്കണം. കുഴച്ചല്ല, ഒന്ന് ഇളക്കണം. കുഴയല്ലല്ല അല്ലേ? തോരൻ പോലെ ആക്കി എടുക്കണം അല്ലേ? തോരൻ പോലെ ചക്ക മൂത്ത ചക്ക. ആ വിളഞ്ഞ ചക്കയാണ് അല്ലേ? ആ ഇച്ചിരി കൂടി പൊട്ടിയൊക്കെ വേണമായിരുന്നു. അപ്പൊ ഇതൊന്ന് ഇളക്കി എടുത്തിട്ട് കാണിക്കും. കൂട്ടുകാരെ നമ്മൾ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി നിരത്താം. ആ കണ്ട നന്നായിട്ട് ഉതിരായിട്ട് കിട്ടണുണ്ടല്ലേ? അപ്പൊ നമുക്ക് ഗ്യാസ് നിർത്താം. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എല്ലാവർക്കും ഞങ്ങളുടെ ഈസ്റ്റർ ആശംസകൾ. അതുപോലെ കൂട്ടുകാരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കും സുഖം തന്നെയാണ്. അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ ബൈ. ബൈ.